So hi Michael, welcome back to Jubot. എല്ലാവർക്കും ജൂബോട്ടിൻ്റെ CBSEയുടെ ബയോളജി ക്ലാസ്സോട് സ്വാഗതം. മുഞ്ചിത് സാറാണ്, മാസ് സാറാണ്. സോ മാസിൻ്റെ മനയിലേക്ക് സ്വാഗതം. എടാ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ CBSEയിലെ രണ്ടാമത്തെ ചാപ്റ്ററില്ലേ, സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ എന്തായാലും ചോദ്യം വരുന്ന, എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഈ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിനിൽ നിന്നും വരാവുന്ന എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ ആക്കിയിട്ട് പോകുന്നു. സോ ആ ടോപ്പിക് നമ്മൾ അരച്ച് കലക്കി പൊളിച്ച് കുടിക്കാൻ വേണ്ടി പോവാണ് മക്കളെ. സോ ശ്രദ്ധിച്ചിരുന്നോ, ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള ആ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ മക്കൾസെ വീഡിയോയിലോട്ട് പോകാം. എന്താടാ സ്ട്രക്ചർ ഓഫ് സെല്ല്? ഒരു സെല്ലിൻ്റെ സ്ട്രക്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആ സെല്ലിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലേ. ഒരു സെല്ല് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ എടാ ആ സെല്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ബൗണ്ടറിയാണ് അവിടുത്തെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മക്കളെ ഇതാ ഇവിടെ കാണുന്ന ഈ ബൗണ്ടറിയാണ് ഇവിടുത്തെ എന്തു മക്കളെ, സെൽ മെംബ്രെയിന്. ഏത് സെല്ലാവട്ടെ, അത് പ്ലാന്റ് സെല്ലോ ആനിമൽ സെല്ലോ ബാക്ടീരിയ ഫംഗസോ എന്തായാലും സെല്ലാണോ, ആ സെല്ലിൻ്റെ യൂണിവേഴ്സൽ ഫീച്ചറാണ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റിനെയും ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റും തമ്മിലുള്ള ബൗണ്ടറിയാണ് സെൽ മെംബ്രെയിന്. അത് ഇനി സിംഗിൾ സെല്ലുഡ് ആയിട്ടുള്ള യൂണിസെല്ലുലർ ഓർഗാനിസത്തിനോ മൾട്ടി സെല്ലുലർ ഓർഗാനിസമോ ഏതും ആവട്ടെ, എല്ലാ സെല്ലുകൾക്കും കാണുന്ന ദ യൂണിവേഴ്സൽ ഫീച്ചർ ഓഫ് സെല്ലാണ് ദ പ്രസൻസ് ഓഫ് സെൽ മെംബ്രെയിൻ അഥവാ പ്രസൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഈ സെൽ മെംബ്രെയിനിൻ്റെ ഫീച്ചർ നോക്കുമ്പോൾ ഈ സെൽ മെംബ്രെയിൻ നമ്മൾ എന്തും വിളിക്കാറുണ്ടടാ, പ്ലാസ്മ മെംബ്രെയിൻ. ചില ഗൈഡുകളിൽ നമ്മുടെ NCERTയുടെ തന്നെ പല ഭാഗങ്ങളിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉപയോഗിച്ച് കാണാൻ വേണ്ടി പറ്റും. സോ ടെൻഷൻ മത്ത് കയറോ, ടെൻഷനൊന്നും ആവരുത്, രണ്ടും ഒരേ ആളാണ് കേട്ടോ. സെൽ മെംബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓമന പേരിട്ട് വിളിക്കും പ്ലാസ്മ മെംബ്രെയിൻ. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കുഞ്ഞിമാനെ, കുട്ടിമാള, ഉസ്മലെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, മുത്തൂസ്, ചിഞ്ചൂസ് എന്നൊക്കെ വിളിക്കൂലേ. ഇതേപോലെ സെൽ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് ശ്രദ്ധിച്ചോ. സെൽ മെംബ്രെയിൻ മക്കളെ സറൗണ്ട് ആൻഡ് പ്രൊട്ടക്റ്റ് സെൽ അല്ലേ, സെല്ലിനെ സറൗണ്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു സെല്ലിനെ അതായത് ഇതുപോലെ കറക്റ്റ് സറൗണ്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാകുന്നു. ആൻഡ് ഇത് സെല്ലിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നു. എല്ലാ സെല്ലുകൾക്കും ഒരേപോലെയുള്ള പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവുക, അതിൻ്റെ സ്ട്രക്ചറിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാവും. സോ ഓരോരോ സെല്ലിൻ്റെയും ഇൻഡിവിജ്വാലിറ്റിയെ, പ്രത്യേകതയെ ഓരോന്നിൻ്റെയും ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്, പ്ലാസ്മ മെംബ്രെയിൻ ആകുന്നു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് മക്കളെ, സെലക്റ്റീവായിട്ട് പെർമിഷൻ കൊടുക്കുള്ളൂ. മണ്ടിന് വരുന്ന ഓടി വരുന്ന എല്ലാവർക്കും പെർമിഷൻ കൊടുക്കുന്നില്ല, വളരെ സെലക്റ്റീവായിട്ട് മാത്രം പെർമിഷൻ കൊടുക്കുള്ളൂ. സെലക്റ്റീവ്ലി പെർമിയബിൾ. ഓക്കെ അല്ലേ? നോക്കിക്കേ, അലോ സം സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ വൈൽ ബ്ലോക്കിംഗ് അതേഴ്സ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഈസ് കാൾഡ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. എന്താ പേരാടാ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. എന്തുകൊണ്ടാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് വിളിക്കുന്നത് എന്നും പഠിക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പ്ലാസ്മ മെംബ്രെയിന് ഉണ്ടാക്കിയിട്ടുള്ളത് ലിപ്പിഡുകൾ കൊണ്ടും പ്രോട്ടീനുകൾ കൊണ്ടുമാണ്. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. ഈ ബ്ലൂ കളറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ മക്കളെ എന്താണ്, പ്രോട്ടീനുകളാണ്. ഓക്കെ അല്ലേ? വേരിയസ് പ്രോട്ടീനുകളാണ് ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം. ആൻഡ് ഇതിന് ഇടയിൽ കാണുന്ന ബാക്കിയുള്ള കാര്യമൊക്കെ എന്താണ്, ഈ ലിപ്പിഡുകളാണ്. അത് തന്നെ ലിപ്പിഡിൻ്റെ ബൈ ലെയർ ആകുന്നു. 2 ലെയർ ഉണ്ട്. നോക്കിക്കടാ, ഇതാ ഇവിടെ കാണുന്ന ഇത് ഒരു ലെയറാണ്, ദെൻ താഴത്തെ 2ാമത്തെ ലെയർ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന 2 ലെയറുകളിലായിട്ടാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിനെ കാണാറുള്ളത്. ഇത് ഓക്കെ അല്ലേടാ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രക്ചറിലോട്ട് ഡെപ്തിലോട്ട് പോവാന്നുണ്ടെങ്കിൽ ഈ ലിപ്പിഡ് ബൈലെയർ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കണേ, പ്രോട്ടീനും കാണാൻ പറ്റും, ലിപ്പിഡ് ബൈലെയറുമാണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആളുകളെ റൊട്ടേറ്റ് ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലെക്സിബിൾ ആണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ. ഒക്കെ ഭയങ്കര റിജിഡ് ഹാർഡൊന്നല്ല, നെക്കിയാലും നെങ്ങും, തിരിക്കാനും വളക്കാനൊക്കെ പറ്റും, പക്ഷെ പൊട്ടൂല. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ലിപ്പിഡ് കൊഴുപ്പിൻ്റെ ഒരു കളകള കുളികുളിയില്ലേ, ആ ഒരു കൊഴകുള ഉണ്ടായതുകൊണ്ട്, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്ന അറിയോ, ഫ്ലൂയിഡ് എന്ന് വിളിക്കും. നോക്കിക്കേ,
proteins are embedded in layer and act as gatekeepers. The molecules can move sideways, flip and rotate. That is why it is called fluid. മോളിക്യൂൾസിന് കറങ്ങാനും തിരിയാനും ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത് കൊണ്ട് അതിനെ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ആൻഡ് ദ മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ലൈക്ക് ടൈൽസ് ഇൻ എ മൊസൈക്ക്. എടാ മൊസൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തമായിട്ടുള്ള കളറുകളുള്ള അല്ലേ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക്. സോ മൊസൈക്കിലെ ടൈല് വെച്ചതുപോലെ പല കളറിലുള്ള പല ടൈൽസ് എങ്ങനെ വെച്ചോ ഇതുപോലെയാണ് പല രീതിയിൽ ലിപ്പിഡുകളും പ്രോട്ടീനും അടുക്കി വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു പാറ്റേൺ ഉണ്ടായത് കൊണ്ട് മൊസൈക്കിലെ ടൈൽസ് പോലെയുള്ള ഒരു പാറ്റേൺ ഉണ്ടായത് കൊണ്ട് ഇതിനെ മൊസൈക്ക് എന്നും വിളിക്കും. ഫ്ലെക്സിബിലിറ്റി ഉണ്ടായത് കൊണ്ട് ഇതിനെ ഫ്ലൂയിഡ് എന്നും വിളിക്കും. സോ രണ്ടും കൂടി ചേർത്ത് മോഡലിൻ്റെ പേരെന്താ ചോദിച്ചാൽ ഫ്ലൂയിഡുമാണ് മൊസൈക്കുമാണ്. സോ അങ്ങനെ പേര് കൊടുത്തു ടുഗദർ. മോഡലിൻ്റെ പേരെന്താ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓക്കെ അല്ലേ? സോ ഒരു സെല്ലിനെ സറൗണ്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ആൾക്കാരാണ് സെൽ മെംബ്രെയിൻ. മറ്റൊരു പേര് പ്ലാസ്മ മെംബ്രെയിൻ. സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ലിപ്പിഡ് കാണാൻ വേണ്ടി പറ്റും, പ്രോട്ടീനും കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ സ്ട്രക്ചർ വിളിക്കുന്ന പേര് ദ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. റെഡി അല്ലേ? ദെൻ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട എന്തായാലും ചോദ്യം വരുന്ന ടോപ്പിക്കാണ് ഡിഫ്യൂഷനും ആൻഡ് ഓസ്മോസിസും. ഡിഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓസ്മോസിസ് വളരെ സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, എടാ ഇങ്ങനെ ക്ലാസ്സിൽ പുതിയൊരു പെർഫ്യൂം ഉപയോഗിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു പെർഫ്യൂം എടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് ആ ക്ലാസ്സിൽ മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നല്ല ബിരിയാണിയോ അല്ലെങ്കിൽ നല്ല ചിക്കൻ പൊരിക്കലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകൾ ആ സ്മെല്ല് ഇങ്ങനെ വരും അല്ലേ? ആ സ്മെല്ലിങ്ങനെ ആകെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീനിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ അല്ലേ ബിരിയാണിയുടെ ചെമ്പ് അല്ലെങ്കിൽ ആ ഒരു ദമ്മ് പൊട്ടിക്കുന്ന ആ സമയത്ത് ആ സ്മെല്ല് നമ്മുടെ ക്ലാസ്സിലോട്ടൊക്കെ ഇങ്ങനെ വരും അല്ലേ? സോ ഇങ്ങനെയുള്ള സ്പ്രെഡിങ് ഓഫ് ദ മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസ് സ്പ്രെഡ് ആവുന്ന ഈ സഞ്ചാരം ഇല്ലടാ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. അഥവാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും ഒരു മോളിക്യൂളിൻ്റെ, അത് എന്ത് മോളിക്യൂൾ ആവട്ടോ, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും അതെന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇതെന്തത് ഗ്ലിച്ച്. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തോട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ആര് മൂവ് ചെയ്യടാ? മോളിക്യൂൾസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. എന്താ വിളിക്കടാ? ഡിഫ്യൂഷൻ. ഓക്കെ അല്ലേ? നോക്കിക്കേടാ, ഡിഫ്യൂഷൻ ഇസ് ദ നെറ്റ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം എൻ ഏരിയ ഓഫ് high concentration to an area of lower concentration. This happens even without a membrane. ഒരു മെംബ്രെയിൻ ഒന്നും വേണമെന്നില്ല. നമ്മൾ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ അങ്ങനത്തെ മെംബ്രെയിൻ ഒന്നും വേണ്ട. ഹൈന്ന് ലോലോട്ട് ഏത് മോളിക്യൂൾ പോയാലും അതിൻ്റെ പേരെന്താ? ഡിഫ്യൂഷൻ ആകുന്നു. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ, എന്നാൽ ഏത് മോളിക്യൂളും ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനോട്ട് പോയാൽ അതിൻ്റെ പേര് ഡിഫ്യൂഷനും. ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ, ജലതന്മാത്രകൾ വാട്ടർ മോളിക്യൂളുകളാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പേര് ഓസ്മോസിസ്. മകളെ, ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലോട്ട് എനി മോളിക്യൂൾ മൂവ് ചെയ്താൽ പേര് ഡിഫ്യൂഷൻ. പക്ഷേ വാട്ടർ മോളിക്യൂൾസ് സ്പെസിഫിക് ആയിട്ട് വാട്ടർ മോളിക്യൂൾസ് മാത്രം മൂവ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ആൻഡ് ദർ നീഡ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിനിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിൻ പോലെയുള്ള ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ വഴിയാണ് പോകുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങളും അവിടെ നടക്കണം. ഒന്ന്, ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലോട്ട് വാട്ടർ മോളിക്യൂളാണ് മൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഇവിടെ ഒരു മെംബ്രെയിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ മെംബ്രെയിൻ വിത്തൗട്ടാണ്, പക്ഷെ ഇവിടെ എന്ത് വേണം? ഒരു സെലക്റ്റീവ്ലി മെംബ്രെയിൻ ആവശ്യമുണ്ട്. സോ ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഇതാണ് മക്കളെ എന്ത്? ഓസ്മോസിസ്. ഫോർ എക്സാമ്പിൾ, ഇൻ പ്ലാന്റ്സ് വാട്ടർ ഫ്രം സോയിൽ എൻറ്റേഴ്സ് റൂട്ട് സെൽ ബൈ ദി പ്രോസസ് ഓഫ് ഓസ്മോസിസ്. വെള്ളത്തിൽ കാണുന്ന മണ്ണിലുള്ള വെള്ളത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? മണ്ണിലാണ് വെള്ളം ഉള്ളത് അല്ലേ? സോ അത് റൂട്ടിൻ്റെ വേരുള്ളിലോട്ട് കയറാൻ കാരണം മണ്ണിലാണ് വെള്ളം കൂടുതൽ. സോ അത് കുറവുള്ള റൂട്ടിലോട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഹൈ ഉള്ള മണ്ണിൽ നിന്ന് ലോ ഉള്ള റൂട്ടിലേക്ക് വെള്ളം പോയി. സോ പേര് ഓസ്മോസിസ്. ഓക്കെ ഇല്ലേടാ? സോ ഇതാണ്
പ്ലാസ്മ മെമ്പറിൻ അല്ലെങ്കിൽ സെൽ മെമ്പറിൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ദെൻ ഇവിടെ നിങ്ങളൊരു സാധനം ജസ്റ്റ് ഒരു മക്കൾ നോക്കി വെക്കണം. 3 ടൈപ്പ് സൊല്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മീഡിയം ഈക്വൽ ടു ദി സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രാ സെല്ലുലാർ മീഡിയം. പുറത്തുള്ള മീഡിയത്തിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷനും അകത്തുള്ള മീഡിയത്തിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷനും സെയിം ആണെങ്കിൽ അത് വിളിക്കുന്ന പേര് ഐസോട്ടോണിക് സൊല്യൂഷൻ. ആൻഡ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മീഡിയം ഈസ് ലെസ് ദാൻ ദി സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രാ സെല്ലുലാർ മീഡിയം. ഈ എക്സ്ട്രാ സെല്ലുലാർ മീഡിയത്തിൽ ഒരു കുറവാണ്, ഇൻട്രയിൽ കൂടുതലാണ്. എടാ കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ ജലം കൂടുതലാണ് എന്നാണ് അർത്ഥം. സോ പുറത്തുനിന്ന് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് വെള്ളം വരും. സോ ഇതെന്താകുന്നു, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആകുന്നു. ആൻഡ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മീഡിയം ഇസ് ഗ്രേറ്റർ ദാൻ ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രാ സെല്ലുലാർ മീഡിയം. പുറത്തെന്താണ്, സൊല്യൂട്ട് കൂടുതൽ അഥവാ വെള്ളം കുറവ്. സൊല്യൂട്ട് കൂടുമ്പോൾ വാട്ടർ കുറവ് എന്നാണ് അർത്ഥം. സോൾവെൻ്റ് ആണ് വാട്ടർ അല്ലേ. സോ എക്സ്ട്രയിൽ സൊല്യൂട്ട് കൂടുതലും വെള്ളം കുറവുമാണ്, ഉള്ളിൽ സൊല്യൂട്ട് കുറവും വെള്ളം കൂടുതലുമാണ്. സോ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തോട്ട് വെള്ളം പോകും. അഥവാ ഇതിൻ്റെ പേരെന്താണ് മക്കളെ, ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ. വാട്ടർ ലീവ് ചെയ്യുന്നു, ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് പ്ലാസ്മ മെമ്പറിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ മക്കൾസ്, ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോയുടെ അപ്ഡേറ്റുകളും ലിങ്കുകളും നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിളുകളും മറ്റു CBSEയുടെ എല്ലാ അപ്ഡേഷനും കിട്ടാൻ വേണ്ടിയിട്ട് CBSEക്കാർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, എജ്യൂപുട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതിൽ എൻ്റെ മക്കൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്. കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും. ദെൻ നേരെ സ്ക്രോൾ കണ്ടോ മക്കളെ, ജസ്റ്റ് നമ്മുടെ ഓണൊക്കെ പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ എജ്യൂപോർട്ട് ഇപ്പോൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് സെല്ല് ചെയ്യുന്നത് വളരെ ഓഫർ പ്രൈസിലാണ്. സോ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓഫറിൽ പ്രൈസിൽ ലഭിക്കും. സോ ഇപ്പോൾ കാണുന്നത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആ ലിങ്കിൽ പേര്, ഫോൺ നമ്പർ, ക്ലാസ് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഓഫർ പ്രൈസിൽ, ഇപ്പോൾ ഓണം പ്രൈസ് കുറച്ചതാണ്, ഇതേ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് അന്നും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ മക്കളെ. സോ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ട്, ജസ്റ്റ് സാറിൻ്റെ മെയിലോട്ട് ID-ലോട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, ചോദിക്കുക കേട്ടോ. സോ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണം, ഉഷാറായിട്ട് പഠിക്കണം. പ്ലാസ്മ മെമ്പറൈനാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എൻ്റെ മക്കൾക്ക് കിട്ടണമെങ്കിലുണ്ടല്ലോ, ഇതൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ടൈപ്പ് സാധനം നിങ്ങൾക്ക് വേണ്ടി, ക്വസ്റ്റ്യൻസ് ആണോ, ഏത് ടോപ്പിക്കാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ജസ്റ്റ് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ.